ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കടലപ്പായസമാണ്. ഓണം വരാറായില്ലേ? എല്ലാവരും ഓണത്തിന് കടലപ്പായസം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പായസമാണ് കടലപ്പായസം. ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്കിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് എടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 200 ഗ്രാം കടലപ്പരിപ്പുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുക്കാം. 6-7 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തുറന്നു നോക്കുമ്പോൾ വെന്തില്ലെങ്കിൽ പിന്നീട് ഒരു വിസിലും കൂടെ കേൾപ്പിച്ചാൽ മതി. അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിതിനുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1-ാം പാലും 2-ാം പാലും എടുക്കണം. ആദ്യത്തെ പാൽ കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തതിന് ശേഷം രണ്ടാമത്തെ പാലിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ പരിപ്പ് വെന്തോ നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തവി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടും പായസം കുടിക്കുമ്പോൾ. ഇനി പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വയ്ക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അടിയിൽ പിടിക്കരുത്. ഇടയ്ക്ക് സ്റ്റൗ കുറച്ചും കൂട്ടിയും വെച്ച് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ജാഗ്രി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അതിൽ കല്ലും മണ്ണുണ്ട്. ഇതിൽ കല്ലും മണ്ണൊന്നുമില്ല. അതുകൊണ്ട് ഈ ജാഗ്രി പൗഡർ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി അടിയിൽ പിടിക്കാതിരിക്കണം. ഇപ്പം കുറച്ചൊന്ന് അത് ലൂസാവും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല വരണ്ട് വരണം. എത്രത്തോളം വരട്ടിയെടുക്കും അപ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. 2-ാം പാൽ ഒഴിക്കുമ്പോൾ നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ബ്രൗൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയും കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിനി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യലായ കടല പായസം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്